ഗുളികകളൊക്കെ കഴിക്കണം. അന്ന് എനിക്ക് പെയിൻ നോക്കി തരാനും പറ്റിയില്ല അല്ലേ? മോളെ എനിക്ക് എങ്ങനെയുണ്ട്? നല്ല ചൊറിച്ചിലുണ്ട്. തീരെ ഇറങ്ങാനും പറ്റില്ല. നാഗത്തമാരെ പോവാ കാവില് കർമ്മങ്ങൾ ചെയ്താല് എല്ലാം മാറും. ഞാനേ നമ്മളുടെ സംഘടനയിലെ ചാരിറ്റിക്കാരോടൊക്കെ സംസാരിച്ചു. അവർ പറയുന്നത് സർക്കാർ ആശുപത്രിയാണെങ്കിൽ വേണ്ടി പ്രൈവറ്റ് ആശുപത്രിയാണെങ്കിൽ നടക്കില്ല, വേണമെങ്കിൽ ചോദ്യം വരും. എന്തായാലും ഇതിൻ്റെ സോഷ്യൽ മീഡിയയിലെ പരിപാടി എന്താണെന്ന് അറിയും. എന്നിട്ട് നമുക്ക് തീരുമാനിക്കും എന്ത് വേണം. ഇവിടുത്തെ ചിലവൊക്കെ നിങ്ങളെ പോക്കറ്റിൽ നിന്നല്ലേ അണ്ണാ? ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, പോയി നാശാനെ കണ്ടല്ല. ഞാൻ ആശുപത്രി പോയപ്പോൾ അവരെ കണ്ടിട്ടാണ് വരുന്നത്. എന്നിട്ട് ആശാന്റെ ചേട്ടൻ്റെ മുകളിലെ മീര അവരുടെ സഹമൊക്കെ ആശാൻ്റെ ഉണ്ട്. കുറേ കാലമായി പറഞ്ഞതല്ലേ, അതൊക്കെ വിറ്റിട്ട് സൗകര്യമുള്ള വേറെ പോയി താമസിക്കാൻ. ഇപ്പോൾ അതാരും വാങ്ങത്തുമില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ അവരെ സഹായിക്കാനുള്ള കാശുമില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചോ? ഓക്കെ. ചെറിയ നിമിഷം നമ്മൾ വീഡിയോ കത്തിക്കയറണം. അതെ, ലാബിൻ്റെ റിപ്പോർട്ട് വന്നതനുസരിച്ച് ഇതൊരു വയർ കണ്ടീഷൻ, സ്കിന്നിൻ്റെ ഇൻഫെക്ഷൻ കൂടിക്കൂടി വരിക. അതുകൊണ്ട് എത്രയും പെട്ടെന്നൊരു സ്റ്റെറൈൽ റൂമിലേക്ക് മാറ്റുന്നതായിരിക്കുന്നത്. കൂടാതെ ഇന്ത്യയിൽ തന്നെ ഇതിനുള്ള മരുന്ന് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നല്ല ഫെസിലിറ്റീസൊക്കെ ഉള്ളൊരു നല്ലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മാറ്റുന്നതായിരിക്കും നല്ലത്. എൻ്റെ മെഡിക്കൽ കോളേജ് ബാച്ച്മേറ്റാണ് ഡോക്ടർ രേഷ്മ വൈസ്. അവരുമായിട്ട് ഞാൻ ഇന്ന് രാവിലെ സംസാരിച്ചു. അവർ ട്രോപ്പിക്കൽ ആൻഡ് ഇൻഫെക്ഷ്യസ് ഡിസീസസിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. അവർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. അവർ നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. മോളെ നമുക്ക് തുരുത്തിലോട്ട് പോകണം. അവിടെ പോയി പച്ചിലകൾ കണ്ടുപിടിച്ച് അരച്ച് തേച്ചാലേ ഇത് മാറൂ. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടോ ആരും കേൾക്കുന്നില്ല. അതിന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. സെഡേഷൻ കൊടുക്കാതെ തന്നെ കണ്ടില്ല അവസ്ഥ. നിങ്ങളുടെ ഓരോ അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ജീവൻ വെച്ച് കളിക്കരുത്. ആ ഹോസ്പിറ്റലെങ്ങാനും കൊണ്ടുപോകാൻ നോക്ക്. അവിടേക്ക് അഡ്മിഷൻ കിട്ടുന്ന തന്നെ വലിയ കാര്യമാണ്. പിന്നെ ഫേസ്ബുക്കിലൊക്കെ മീരെ പറ്റി ആളുകൾ ഇത്രയും സംസാരിക്കുന്നുണ്ടാ നിങ്ങൾക്ക് ഇത്ര ഈസി ആയിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ പോകാൻ പറ്റുന്നത്. നമുക്ക് പോവാം. നിങ്ങൾക്ക് എല്ലാവർക്കും മീര ചേച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ. നിങ്ങൾക്ക് അവരുടെ മുഖം കണ്ടാൽ അറിയാം, തടിച്ച് വീർത്തിരിക്കുകയാണ്. അവരുടെ ബ്ലഡിലേക്ക് കയറിയിരിക്കുന്ന ഇൻഫെക്ഷൻ കാരണം നമ്മൾ ആ ഒരു സേഫ്റ്റി നോക്കിയാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. നമ്മൾ തന്നെ ഹൈടെക് ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ എത്തിയിരിക്കുകയാണ്. എന്ത് എമർജൻസി വന്നാലും ഡീൽ ചെയ്യാൻ പറ്റുന്ന ലേറ്റസ്റ്റ് മെഡിക്കൽ സൗകര്യങ്ങളുള്ള മോസ്റ്റ് മോഡേൺ ആംബുലൻസിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ ഹൈലി ക്വാളിഫൈഡ് സ്റ്റാഫുകൾക്കൊപ്പം മീന ചേച്ചിയും അമ്മയും നമ്മൾ ഇവിടെ എത്തിക്കുകയാണ്. ചേച്ചിയുടെ സ്കിന്നിൽ ഇൻഫെക്ഷൻ കയറാതിരിക്കാൻ സ്പെഷ്യൽ സ്റ്റെറൈൽ റൂമിലേക്കാണ് കൊണ്ടുപോകുന്നത്. കേരളത്തിലെ ചുരുക്കം ചില ആശുപത്രികൾ മാത്രമാണ് ഈ ഒരു ഫെസിലിറ്റി ഉള്ളത്. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഫ്രണ്ട്സ്. ചേച്ചിയും സാധാരണയ്ക്കൊപ്പം സ്ട്രോങ് ആയി വീട്ടിലേക്ക് തിരികെ വരും. പിന്നെ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും സഹകരണവും ഒന്നുമില്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും ആലോചിക്കണം. കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ നല്ലവരായ ഒരുപാട് ആളുകൾ ഇവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി ഇവരെ സഹായിച്ചതുകൊണ്ടാണ് നമുക്ക് ഇവരെ ഈ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചത്. തന്നെ നമ്മൾ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു സഹകരണം നിങ്ങൾ എല്ലാവരും തുടരണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയൽക്കാർക്കും വാട്സപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലെല്ലാം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം. അതേപോലെ അവരോട് ഇതിന്റെ ഭാഗമാകാൻ പറയണം. ചേച്ചിയുടെ പേരിൽ തുടങ്ങിയിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, സ്നാപ്ചാറ്റ് അക്കൗണ്ടുകളിലെല്ലാം ഇത് ലഭ്യമാണ്. നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ ലൈക്കും ഷെയറും ചെയ്യണം. കൂടുതൽ അപ്ഡേറ്റ്സിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പറ്റില്ല, ഇത് സ്റ്റെറൈൽ റൂമാണ്. അമ്മയ്ക്ക് അവിടെ തണുപ്പ് പറഞ്ഞ് ഇരിക്കാനും പറ്റില്ല. അവിടെ വരുന്നു.
ഈ അവസ്ഥയിൽ ഇവർ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരിക്കാം. ഇവരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേർ ഷെയർ ചെയ്ത വീഡിയോയിൽ ഉണ്ടായിരുന്ന മീര. എത്ര ഈസി ആയിട്ടാണ് ഇവർ ഈ തെങ്ങ് കയറുന്നതെന്ന് കാണുന്നില്ലേ? വിഷമുള്ള ഒരുപാട് പാമ്പുകളും പ്രാണികളും അതിനു പുറമെ നാട്ടുകാർ നോക്കാൻ കഴിയാതെ ഉപേക്ഷിക്കുന്ന പട്ടികളെയും പൂച്ചകളെയും രക്ഷിച്ച് ഒരു വീട് മാത്രമുള്ള ഒരു ചെറിയ ഐലൻഡിൽ അമ്മയുമായി ആധുനിക ജീവിതത്തിൻ്റെ വേഗതയിൽ പെട്ടുപോകാതെ പരമ്പരാഗത ജീവിതശൈലിയിൽ വർഷങ്ങളായി ജീവിച്ചതാണിവർ. ഒരു കാലത്ത് ആ നാട്ടിൽ വിഷമുള്ള എന്ത് തീണ്ടിയാലും ആദ്യം കൊണ്ടുവന്നിരുന്നത് ഇവരുടെ പേരുകേട്ട വൈദ്യർ തറവാട്ടിലായിരുന്നു. ആ മീരയാണിപ്പോൾ ഉഗ്രവിഷമുള്ള ഒരു റെയർ പ്രാണിയുടെ കടിയേറ്റ് ചിലവേറിയ ചികിത്സയ്ക്ക് വേണ്ടി നമ്മോട് സഹായം ആവശ്യപ്പെടുന്നത്. ഇത് ഒരു റെയർ കേസ് ആയതുകൊണ്ട് ഒരു സ്പെഷ്യലൈസ്ഡ് ഇന്റർഡിസിപ്ലിനറി ടീം ഓഫ് ഡോക്ടേഴ്സ് നമ്മോടൊപ്പമുണ്ട്. മീരയുടെ ടെസ്റ്റ് റിപ്പോർട്ട്സ് എടുത്ത് നോക്കുമ്പോൾ ദർ ഇസ് എ പ്രസൻസ് ഓഫ് എ വെനമസ് ടോക്സിൻ, അതായത് ഡൈംഫോടോക്സിൻ ആണ് മീരയെ ബാധിച്ചിരിക്കുന്നത്. Now this has triggered an autoimmune response in her body which is accelerating rapidly and needs to be arrested at once. ഈ ടോക്സിനിൻ്റെ എഫക്റ്റ് കൗണ്ടർ ചെയ്യാനുള്ള മെഡിസിൻ മാഡഗാസ്കറിൽ മാത്രം ഉള്ള ഒരു റെയർ ആൻഡ് സ്പെസിഫിക് ഫ്രോഗ് സ്പീഷീസിൻ്റെ ആൻറ്റിബോഡീസിൽ മാത്രമാണ് കിട്ടുന്നത്. ആൻഡ് നോട്ട് ജസ്റ്റ് ദാറ്റ്, ഈ ലോകത്തിൽ US ഉള്ള ഒരേ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി മാത്രമാണ് ഈ ആൻറ്റിബോഡീസിനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് മരുന്നായിട്ട് മാറ്റുന്നത്. ആൻഡ് ബൈ ദ വേ, ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് മെഡിസിൻസ് ഇൻ ദ വേൾഡ്. ഇങ്ങനത്തെ കേസുകളിൽ ഡോമിനോസ് എഫക്റ്റ് ഉണ്ടാകാൻ ചാൻസസ് കൂടുതലാണ്. ആൻഡ് ബൈ ദാറ്റ് ഐ മീൻ മീര കെൻ ഗോ ഇൻ ടു സെപ്റ്റിക് ഷോക്ക്, മീരയുടെ സ്കിന്നിൽ നെക്രോസിസ് ഉണ്ടാകാം, പ്ലസ് ഹർ ഇന്റേണൽ ഓർഗൻസ് കെൻ സ്റ്റാർട്ട് ഷട്ടിംഗ് ഡൗൺ വൺ ബൈ വൺ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഫോർ ഓൾ ഓഫ് us ടു റിമെമ്പർ ഹിയർ ഇസ് ദാറ്റ് അടുത്ത 3 ദിവസത്തിനുള്ളിൽ ഈ മെഡിസിൻ നമ്മുടെ അടുത്ത് എത്തണം. ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയേ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് രോഗി നഷ്ടപ്പെടും. നിങ്ങൾ ശാരദാമ്മയുടെ സ്വന്തം മകളെ രക്ഷിക്കാൻ സഹായിക്കൂ. ദയവ് ചെയ്ത് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളെക്കൊണ്ടാകുന്ന മെഡിസിൻ ആവശ്യമായ 7.5 കോടി രൂപ റേസ് ചെയ്യാൻ സഹായിക്കണം. നമുക്ക് കൂടുതൽ സമയമില്ല. എൻ്റെ വീഡിയോസ് ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു തുക അത് ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അതുകൊണ്ടാണ് ഈ ഒരു വാർത്ത ഒരുപാട് ആളുകൾക്ക് എത്താനും ഇത്തരത്തിൽ പലരും സഹായിച്ചിട്ടുള്ള ഈ കളക്റ്റീവ് ആപ്പ് വഴി നമുക്ക് ഈ ഒരു ഡൊണേഷൻ നടത്താമെന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മൾ എത്തുന്നത്. പിന്നെ അതുമാത്രമല്ല, ഈ സോഷ്യൽ മീഡിയയിലുള്ള പല ഫേക്ക് അക്കൗണ്ടുകളും ഈ ഒരു സിറ്റുവേഷൻ ഉപയോഗപ്പെടുത്തി പലരും പറ്റിക്കുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് മാക്സിമം എല്ലാവരും ഈ ഒരു ആപ്പ് വഴി തന്നെ ഡൊണേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ടൈം അത് ക്രൂഷ്യലാണ്. ഇപ്പോൾ നമുക്കിനി ആവശ്യമായിട്ടുള്ളത് 7.25 കോടി രൂപയോളമാണ്. നമ്മുടെ നാട്ടിൽ കോടിക്കണക്കിന് ആളുകളുണ്ട്. അതിൽ ഒരു 7.25 ലക്ഷം ആളുകൾ 100 രൂപ വെച്ചിട്ടാൽ തന്നെ നമുക്ക് മീര ചേച്ചി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഓൾറെഡി മീരയെ അവിടുന്ന് നമ്മുടെ ഹോസ്പിറ്റൽ വരയ്ക്കും എത്തിക്കാൻ കുറച്ച് വൈകി. സോ ഡയഗ്നോസിസ് ഓൾസോ ടുക്ക് സം ടൈം. സോ ബേസിക്കലി അടുത്ത 64 മണിക്കൂറിൻ്റെ അകത്ത് നമുക്ക് ഈ മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്തേ പറ്റൂ. മീര, മീര അധികം സ്ട്രെയിൻ ചെയ്യരുത്. വാട്ടർ ഒഴിക്കണം. ട്യൂബ് ഉണ്ടല്ലോ, അതിലേക്ക് കുഴിച്ചോ. ബാത്റൂം പോയാൽ മതി. ഇപ്പൊ മീരക്ക് അധികം ആരോഗ്യമില്ല. ഇത് ചെയ്താ മതി. അധിക നേരം മൂത്രം പിടിച്ചു വെക്കരുത്. അമ്മ അതെല്ലാം കഴിച്ചു. അവനെ കുറിച്ച് ചിന്തിക്കണ്ട. അമ്മ ഇവിടെ എല്ലാരും നന്നായിട്ട് നോക്കുന്നുണ്ട്. എനിക്ക് നന്നായി വേദനിക്കുന്നുണ്ട്. പറയാനോ? അങ്ങനെ തോന്നും, പക്ഷെ അങ്ങനെ ചെയ്യരുത്. കൂടുതൽ പ്രശ്നത്തിനാവും.
ബെഡിൽ ഇങ്ങനെ കിടക്കുന്നത് കൂടുതൽ ഫ്രസ്ട്രേഷൻ ആണെന്ന് എനിക്കറിയാം.